ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹബത്തോരടങ്കലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അതു കേട്ട സ്വഹബത്തോരടങ്കലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, അറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇതു ഹഖാം. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, അറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇതു ഹഖാം. ഹക്കാണേ കരഞ്ഞത് ഒരു ഇന്ത മരത്തിൻ തടിയാം. അശ്റഫുൽ ഖൽഖെന്ന് ഖുതുബക്ക് ചാരിയതറിയാം. ഹക്കാണേ കരഞ്ഞത് ഒരു ഇന്ത മരത്തിൻ തടിയാം. അശ്റഫുൽ ഖൽഖെന്ന് ഖുതുബക്ക് ചാരിയതറിയാം. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. തടിയതിൽ ചാരി റസൂലിന് ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടൊരുത്തുള്ള വാർത്ത. തടിയതിൽ ചാരി റസൂലിന് ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടൊരുത്തുള്ള വാർത്ത. വാക്കാണേ എന്നെ മകൻ ഒരു നജാറാണ് റസൂലേ. ആവിടത്തേക്കൊരു മിമ്പർ എന്നെ മകൻ തരും പൊന്നൂലേ. വാക്കാണേ എന്നെ മകൻ ഒരു നജാറാണ് റസൂലേ. ആവിടത്തേക്കൊരു മിമ്പർ എന്നെ മകൻ തരും പൊന്നൂലേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി. തരുളാറ്റല്ല അതിൽ കേറി ഖുതുബയിൽ മുഴുകി. പഴയ നഹൽ തടിപ്പുറം തന്നിൽ പൂകി. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി. തരുളാറ്റല്ല അതിൽ കേറി ഖുതുബയിൽ മുഴുകി. പഴയ നഹൽ തടിപ്പുറം തന്നിൽ പൂകി. പൂകിയ സമയം തൊട്ടീന്ത മരം വിതുമ്പിടുന്നേ. മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടീന്ത മരം വിതുമ്പിടുന്നേ. മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി.
കൽബ് പിടഞ്ഞ സ്വഹാബും വഴങ്ങി ലഹ്ല പുണർന്ന് മാറിലൊതുങ്ങി ഖുത്ബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി കൽബ് പിടഞ്ഞ സ്വഹാബും വഴങ്ങി ലഹ്ല പുണർന്ന് മാറിലൊതുങ്ങി ഷറഫുറ്റോർ മരത്തിന്റെ തടിമാറിൽ അമർത്തി വെച്ച് സ്വകാര്യമായി പറഞ്ഞതും കരച്ചിലും അമർത്തി വെച്ച് ഷറഫുറ്റോർ മരത്തിന്റെ തടിമാറിൽ അമർത്തി വെച്ച് സ്വകാര്യമായി പറഞ്ഞതും കരച്ചിലും അടക്കി വെച്ച് ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിപ്പോൾ അതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിപ്പോൾ അതാ കേൾക്കുന്നു. അതു കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറും.